കഴിഞ്ഞ 10 വർഷം കേരളത്തിലാകമാനം വലിയ വികസന കുതിച്ചുചാട്ടം ഉണ്ടായതായി ജോസ് കെ മാണി എം.പി. LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരിക്കലും പെൻഷനും റേഷനും വൈദ്യുതിയും മുടങ്ങാത്ത സംസ്ഥാനമാണ് കേരളം. ജനങ്ങളും വികസന വിരോധികളും തമ്മിലുള്ള മത്സരമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നും ജാഥ ക്യാപ്റ്റൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടെ പാലായിൽ എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലാ കുരിശുപള്ളിക്കവലയിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് ജാഥ ക്യാപ്റ്റനെ സമ്മേളനവേദിയായ മഹാറാണിക്കവലിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. വർണ്ണമിലൂണുകളും കൊടിതോരണങ്ങളുമായി പ്രവർത്തകർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജാഥയിൽ അണിചേർന്നു. സ്ഥലം MLA മാണി സി കാപ്പനെ ശക്തമായി വിമർശിച്ചുകൊണ്ടായിരുന്നു വികസന സന്ദേശയാത്രയിൽ ജോസ് കെ മാണി സംസാരിച്ചത്. രാവിലെ നടന്ന പ്രസ് മീറ്റിലും കാപ്പനെതിരെ ജോസ് കെ മാണി ആക്ഷേപങ്ങൾ ഉയർത്തി. സ്വീകരണ യോഗത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ കേരള കോൺഗ്രസ് എം ചെയർമാൻ പാലായുടെ വികസന രാഹിത്യത്തിലേക്ക് തിരിച്ചെത്തി. ജനങ്ങൾക്ക് അനുഭവവേദ്യമായ യാതൊരു പദ്ധതികളും സ്ഥലം MLAയ്ക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ നടപ്പാക്കാനായിട്ടില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞു. പാലായെ സംബന്ധിച്ചോളം നമുക്കറിയാം, പാലായിൽ ഞങ്ങൾ കടന്നുപോയ പ്രദേശങ്ങളിലൊക്കെ അത് പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ചൂണ്ടിക്കാണിക്കുവാനും തൊട്ട് കാണിക്കാനും എത്രയോ വലിയ പദ്ധതികൾ ആ പ്രദേശത്തുണ്ട്. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് നോക്കിയാൽ പാലായിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാനോ തൊട്ട് കാണിക്കുവാനോ അങ്ങനെ പദ്ധതികൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും എടുത്ത് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഏത് പദ്ധതി, എവിടെയാണ് ഒരു ബൃഹത്തായ പദ്ധതി കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമായ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ, അത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ നമുക്ക് എടുത്തു കാണിക്കാനില്ല. കഴിഞ്ഞ ഒരു 50 വർഷക്കാലം കൊണ്ട് പാലായാക്കി മാറ്റുകയും ഏറ്റവും നമ്പർ 1 നിയമസഭാ മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ ഒരു മോഡലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വളരെയധികം കഠിനാധ്വാനമുണ്ട്. 50 വർഷക്കാലം കൊണ്ട് പാല നമ്പർ 1 നിയമസഭാ മണ്ഡലമായി മാറിയതിന് പിന്നിൽ വലിയ കഠിനാധ്വാനം ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറി. ബൈപ്പാസ് റോഡ് ഇനിയും പൂർത്തിയായിട്ടില്ല. മരിയൻ ജംഗ്ഷനിലുള്ള വീട് മാറ്റാൻ 7 വർഷം കഴിഞ്ഞിട്ടും സാധിച്ചില്ല. റിവർവ്യൂ റോഡ് 2 സെന്റ് സ്ഥലം ഏറ്റെടുക്കാനായില്ല. കളരിയാമാക്കൽ പാലം ഇത്രയും വർഷമായിട്ടും അപ്രോച്ച് റോഡ് ഏറ്റെടുക്കാനായില്ല. സ്ഥലം സൗജന്യമായി കിട്ടുമെന്നും അലൈൻമെന്റ് മാറണമെന്നും പറഞ്ഞത് MLA ആണ്. എന്നാൽ പിന്നീട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സ്ഥലമോ വ്യക്തിയോ ഇല്ലെന്നും MP പറഞ്ഞു. അപ്പോൾ എൻ്റെ വീടിന്റെ മുമ്പിൽ കൂടെയുള്ള ഹൈവേ ഒരു ബൈപ്പാസ് റോഡാണ്. അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു വീട് മാറ്റി അത് മരിയൻ സെന്ററിനെ അവിടെ നിന്ന് നേരെ ആക്കേണ്ടതുണ്ട്. ആയിട്ടില്ല. 7 വർഷം കഴിഞ്ഞു. 90% പൂർത്തിയാക്കി. ഇപ്പുറത്ത് റിവർവ്യൂ റോഡുണ്ട്. അവിടെ നമുക്കറിയാം, കൊട്ടാരമറ്റത്തുനിന്ന് പുറകിൽ കൂടെ വന്ന RV പാർക്കിന്റെ ആ ജംഗ്ഷനിൽ ചെത്തിയപ്പോൾ അലൈൻമെന്റിന് ഇച്ചിരി മാറ്റം വന്നു. 2 സെന്റ് സ്ഥലം എടുക്കേണ്ടി വന്നു. ഇപ്പോൾ 7 വർഷക്കാലം കഴിഞ്ഞു, അതെടുക്കാൻ കഴിയാതെ പോയി. കളരിയമ്മാക്കം പാലവുമായി ബന്ധപ്പെട്ട് എൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ സംഭവം ഉണ്ടായത്? അതിന് ഇത്രയും വർഷമായി അതൊന്നും ചെയ്യാൻ കഴിയാതെ വന്നു. അത് ജനപ്രതിനിധി തന്നെ പറയുന്നു. ആദ്യത്തെ റീച്ച് കടപ്പാട്ടൂരിന്ന് 12-ാം മൈലിലേക്കുള്ള ബൈപ്പാസിൽ 13.5 കോടി സേവിംഗ് ഉണ്ട്. അത് നമ്മളിവിടെ കൊടുത്തു കളരിയമ്മാക്കിലേക്ക്. അത് വെച്ചിട്ട് ബാക്കി പണിയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവം? ആ അലൈൻമെന്റ് മാറ്റി വേറെ ഒരു അലൈൻമെന്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് അലൈൻമെന്റ് അതിലേ വേണമെന്ന് പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി പറയുമ്പോൾ അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, അതിനകത്ത് ഒരു MLA പറയുമ്പോൾ ഒരു MP പറയുന്നതിനേക്കാൾ പരിഗണന കൊണ്ട് എല്ലാ സംസ്ഥാനത്തും എല്ലാ MLA-മാർക്കും ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അവര് സൗജന്യമായി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ഉദ്യോഗസ്ഥരും അവിടെയുള്ള നാട്ടുകാരും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലവുമില്ല, അങ്ങനെ ഒരു വ്യക്തിയുമില്ല. അപ്പൊ എന്താണ് ലക്ഷ്യമിടുന്നത്? അപ്പോൾ പറയുന്നത് 90% എൻ്റെ അപ്പൻ
പൂർത്തിയാക്കിയ ഒരു സ്ഥലം ആ 10% ഞാൻ ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുമോ? പറയുമ്പോൾ, കള്ളം പറയുമ്പോൾ കുറച്ചുകൂടെ വിശ്വസനീയമായ കാര്യങ്ങൾ പറയണ്ടേ? പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിനെ ആക്ഷേപിക്കുകയാണ് MLA ചെയ്തതെന്നും ജോസ് കെ മാണി ആരോപിച്ചു. 300 കോടി രൂപയുടെ IIIT പദ്ധതിയാണ് വലവൂരിൽ നടപ്പാക്കിയത്. ഇന്ത്യയിൽ നമ്പർ 1 ആയി സ്ഥാപനത്തെ റേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്ത് വരുമാനം വർദ്ധിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കുണ്ട്. ടെക്നോ പാർക്കിന് സമാനമായ ഇൻഫോസിറ്റി അവിടെ ആരംഭിക്കാനാണ് തന്നെ ലക്ഷ്യമെന്നും ജോസ് കെ മാണി പറഞ്ഞു. അത് വരുന്നതോടെ ജില്ലയുടെ തന്നെ മുഖച്ഛായ മാറുമെന്നും MP ചൂണ്ടിക്കാട്ടി. 20 കോടി രൂപയുടെ മൾട്ടിനാഷണൽ കമ്പനിയുടെ റിസർച്ച് അവിടെ നടക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് ആ സ്ഥാപനത്തിനെ റേറ്റ് ചെയ്തിരിക്കുന്നു. 2 മാസക്കാലം മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി നേരിട്ട് ആ സ്ഥാപനത്തിലേക്ക് ഈ വലവൂർ കൊച്ചു ഗ്രാമത്തിൽ അവരവിടെ വന്നു. എന്തിനാണ്? നമ്പർ 1 ആണ്, ഒന്ന് പരിശോധിക്കാനാണ് എന്ന്. അത് മാത്രമല്ല, അവിടെ പഠിച്ചു മാറുന്നവർക്കെല്ലാം പ്ലേസ്മെന്റ് ജോലി 65 ലക്ഷം രൂപ മുതൽ 70 ലക്ഷം വരെ. ഇത് നിങ്ങളെടുത്ത് നിങ്ങളുടെ മക്കളോട് മൊബൈലിൽ ഈ IIIT കോട്ടയം എന്ന് അടിച്ചു നോക്കിയാൽ അതിനകത്തുള്ള വിവരങ്ങളാണ്. അവിടെയുള്ള ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാരണം അവിടെ വരുമാനമായി, അവിടെ ഉള്ള കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വന്നു, വീടുകൾ വാടകയ്ക്ക് എടുക്കാൻ തുടങ്ങി. ഇവിടെയുള്ള വ്യാപാരികളോട് ചോദിച്ചാൽ പറയും എല്ലാ ദിവസവും ഏതാണ്ട് 500ഓളം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഈ വ്യാപാര മേഖലയിൽ ഷോപ്പിംഗ് നടത്തിയിട്ടാണ് തിരിച്ചു പോകുന്നത്. എൻ്റെ ഒരു ആഗ്രഹം അവിടെ ഒരു ഇൻഫോസിറ്റി എന്ന് പറഞ്ഞ ടെക്നോ പാർക്ക് പോലെ, എറണാകുളത്തുള്ള ഇൻഫോ പാർക്ക് പോലെ, ടെക്നോ പാർക്ക് പോലെ ഒരു ഇൻഫോസിറ്റി ആരംഭിക്കണമെന്നുള്ളതാണ്. ഞാൻ സാധാരണ രീതി അത് പ്രഖ്യാപിക്കാറില്ല. പക്ഷേ അത് നടപ്പിലാക്കിയതിനു ശേഷം പക്ഷെ പറയാതിരിക്കാൻ വയ്യ. കാരണം എല്ലാ ആക്ഷേപങ്ങളാണ്. ജനങ്ങളും വികസന വിരോധികളും തമ്മിലുള്ള മത്സരമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നും ജനതാ ക്യാപ്റ്റൻ പറഞ്ഞു. വികസന വിരോധികൾക്കുള്ള മറുപടി ജനങ്ങൾ കൊടുക്കും. സോഷ്യൽ മീഡിയയിലെ ആക്ഷേപങ്ങളല്ല വാസ്തവം. UDF-ഉം BJP-യും ഒരേ തൂവൽ പക്ഷികളാണ്. എയിംസ് നടപ്പാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഉണ്ടായില്ല. കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല. അതിന് ആഗ്രഹമുള്ളവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ അത്തരം നീക്കങ്ങളെ അടിച്ചമർത്തുന്നതിനാലാണ് തലപൊക്കാത്തത്. റബ്ബറിന് കിട്ടിയ ഇറക്കുമതി ചുങ്കം കേരളത്തിലെ കർഷകർക്കായി ലഭ്യമാക്കണം. റബ്ബർ ബോർഡ് സംവിധാനം തന്നെ ഇല്ലാതാക്കി വടക്കേന്ത്യയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടുത്തെ സമ്പദ്ഘടന പൊളിച്ച് സർക്കാരിനെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും MP പറഞ്ഞു. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ ലാലിച്ചൻ ജോർജ് അധ്യക്ഷനായിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ, PP സുനേഷ് MP, മുൻ MP KK ബിജു, തോമസ് ചാഴിക്കാടൻ, അഡ്വക്കേറ്റ് K അനിൽകുമാർ, LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു, ഏരിയ സെക്രട്ടറി സജേഷ് ശശി, ബാബു K ജോർജ്, ടോബിൻ K ലക്സ്, PK ഷാജകുമാർ, PS സുനിൽ, സതീഷ് ബാബു, VT തോമസ്, റജി VR, ബെന്നി മൈലാടൂർ, ഔസേപ്പച്ചൻ തകടിയൽ, ഷാജി കണമല, ബിജു പാലപ്പുഴവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാല.